വെച്ചാലേ ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് തപ്പിയിട്ട് അവസാനം ഇതേ വന്നിരുന്ന സ്ഥലമാണിട്ടത്. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. എനിക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ മീൻസ് കാണാനല്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ കണ്ണ് തുറന്ന് നോക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ബയോട്ടിക്കിൻ്റെ ടോണർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഇടയ്ക്കായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇത് നോർമൽ ടു ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഓയിലി സ്കിന്നല്ല, പക്ഷേ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്കിന്നാണ്. സോ ഇത് ലാക്മേയുടെ ഓയിലി സ്കിന്നൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി മോയ്സ്ചറൈസറാട്ടോ. അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ ഓയിൽനെസ് ഫീൽ ചെയ്യുന്നില്ല. ഇടുമ്പോൾ നല്ലൊരു ഗ്ലോയും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തത് വന്നിട്ട് സൺസ്ക്രീനാണ് കേട്ടോ. ഇത് കോമ്പിനേഷൻ ഉള്ളതാണ്. ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു നമുക്ക് ഇങ്ങനെ കിട്ടുമെങ്കിലും വൈറ്റ് കളറിലൊരു ക്രീം പോലെയായിട്ടുള്ളത്. പക്ഷേ ഇതിങ്ങനെ എന്താ പറയുക, വൈറ്റ് കാസ്റ്റ് ഒന്നും തരാത്ത രീതിക്കുള്ളതാണ്. പാലറ്റ് വെച്ച് സെറ്റ് ചെയ്യാം. ഇത് PICയുടെ ഒരു ഐബ്രോ പാലറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നതാണ്. മീൻസ് ഇതിൽ കുറേയല്ല 3-4 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. എൻ്റെ മോളെടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചുള്ളതാണത്. വേണ്ട, ഇതിങ്ങനെ ഒരു 4 ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതിലത്തെ പോയിട്ടോ. അതുപോലെ ഇതിൻ്റെ കൂടെ അതേ ബ്രഷും സ്പൂളി അങ്ങനത്തെ സംഭവമുണ്ട്. സോ നമുക്ക് പിരികും ആദ്യം എല്ലാം ഇങ്ങനെ സെറ്റാക്കുക. ദെൻ ഞാൻ ഈ ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്യാറ്. എൻ്റെ ഐബ്രോസ് തിക്കാണെങ്കിൽ കൂടെ ബ്ലാക്ക് അല്ല, ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പം ഞാൻ ഈ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാറ്. 2 പിരികും നമ്മളെപ്പോഴും എടുത്ത വഴി ബാക്കിയുള്ള എക്സ്ട്രാ ഉള്ളത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കുക. ഐ മേക്കപ്പ് ചെയ്യാം. ഇത്രയും വലിയ പാലറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു കുഞ്ഞു പാലറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് കാണാല്ലേ. എനിക്ക് തെറ്റ് പറ്റിപ്പോയതാണ് ഗൈസ്. ഞാൻ ഇങ്ങനത്തെ സാധാരണ മേടിക്കാറില്ല. ഇങ്ങനെയുള്ളത് ഒരിക്കലും മേടിക്കണ്ട. ഇത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഉള്ളത് മെബിലിൻ്റെ ഞാൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നത്. മെബിലിൻ്റെ നല്ല അടിപൊളി മസ്കാരയായിരുന്നു. അതൊരു ജസ്റ്റ് 2 കോട്ട് ഇടുമ്പോഴത്തേനും നന്നായിട്ട് കണ്ണിങ്ങനെ വിടർന്ന് കാണും. അതായത് എനിക്ക് കണ്ണിൻ്റെ പീല് ഭയങ്കര കുറവാണ്. ഭൂരിഭാഗം എന്നെ പോലുള്ള ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഏതെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ ഈ സാധനം ഒന്ന് ഒതുക്കി കെട്ടി സെറ്റാക്കി വയ്ക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പണ്ട് ഭയങ്കര എന്താ പറയുക, ഈ കാര്യത്തിൽ ഭയങ്കര ചെയ്യായിരുന്നു. എൻ്റെ മുടി തീരെ നീട്ടില്ല, ചുരുണ്ടിട്ടാണ്. പക്ഷേ ആ ചുരുണ്ട മുടിയൊന്നും കൂടെ വലിക്കുമ്പോൾ ആവശ്യത്തിലേറെ ലെങ്ത്തും ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യാറുള്ളത് ഒന്നുകിൽ ഒന്നാകെ ഇങ്ങനെ വാരി വലിച്ചിട്ട് പോകും, അതല്ലെങ്കിൽ ഒന്നാകെ നിറൂല് കിട്ടിയിട്ട് പോകും. അപ്പം ഞാൻ ഈ ടോപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു ബുട്ടീക്ക് ഉണ്ടായിരുന്നു, നദീത ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. അതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ താഴെ